വാക്കും കീറച്ചക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂക്കിച്ചാവുക. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂക്കിച്ചാവുക. ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്. എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുല്ല് കൽപ്പിക്കണ്ടോ? MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ചിലപ്പോ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നു എന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ. എവിടുന്ന് വരുന്നു? എന്തു വേണം? ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ വക്കീലങ്കിൾ, പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. ശാന്തേ, ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടോ? വരൂ. എന്തായി കമ്പനി? ഞാൻ നിർദ്ദേശം കൊടുത്ത മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെ ഒക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തിയില്ല. ആരും മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലേടോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കും. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സമ്മതിച്ചു. അല്ലേ ശാന്തേ? അതെ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി 2 പേര് കയറ്റി വിട്ടു ഞാനാ. ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ഇരു ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടോ? എന്ത് ഹേബിയസ് കോർപ്പസ്? ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ?
അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പം കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നുണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഇയാള് ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക് 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 നിക്ക്, തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തമുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു, മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റയ്ക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലിനെ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാലിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, ഫേസ് നല്ലപോലെ വിളിക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വെളുക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തി കളയണം. ഒരു പണി ചെയ്യുമ്പോൾ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ശരിയല്ല. നമ്മളാരും ശരിയല്ല. ദിനകര, ഉം. നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ? ഉവ്വ. അതൊന്ന് ഓർമ്മിച്ചു വെച്ചോ, ചിലപ്പോ ആവശ്യം വരും. Here comes our grandpa. Yes, I am your grandpa, Major A.K. Menon. ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. ദേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തി കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ? വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോയാൽ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്താ മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ. പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തശ്ശനും കിത്തശ്ശനും ഒന്നും അല്ല. എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീലും അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ച് പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചന് എന്തായിരുന്നു അസുഖം? ഏതാ പ്രാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി, നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി നടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ യോസഫും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനും ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ, പൈലി. ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു.
മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഛോ, ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്, ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായി പോയി.